രാക്ഷസി 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 നിന്നെ കുറെ പ്രാവശ്യം രാക്ഷസി എന്ന് വിളിച്ച് ഞങ്ങൾ നിന്നെ പൊക്കി. ഇനി ഇതിൽ കൂടുതൽ വെക്കാൻ ഞങ്ങളെ കൊണ്ട് പറ്റിയല്ലോ. പൊക്കി പൊക്കി പാടുന്ന കുറെ പാട്ടുകളുണ്ട് എന്റെ കയ്യിൽ. നിന്റെ പൊക്കിപ്പാട്ട് തൽക്കാലം അവിടെ താഴ്ത്തി പോയി. പണി വാളിയും തോന്നുന്നു. മറ്റേ ഷൺമോഹൻ ചേട്ടൻ വരുന്നുണ്ട്. ബ്ലാക്ക് ഷൺമോഹനാണ്. അതല്ലടാ ഓട്ടോക്കാരൻ. പിന്നെ പുള്ളിയാകുമ്പോ കുഴപ്പമില്ല, പെമ്പിളറ മുഖത്ത് നോക്കിയാലോ. പിന്നെ എവിടെ നോക്കണ? അങ്ങനെ ഒന്നുമില്ലടാ. എന്റെ അമ്മേ, ഇങ്ങോട്ട് വന്നടാ. ഞാനാ പിന്നെ നിന്നെടാ മാങ്ങാത്തല്ല, ഇങ്ങോട്ട് വാടാ. ഞാൻ നീങ്ങുന്നേ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ? ചോദിക്ക്. ഇതാണോ നിങ്ങൾ പറഞ്ഞ ആ സരോജിനി ടീച്ചർ? അല്ല അല്ല. എന്റെ അമ്മേ, പ്രായം കൊണ്ട് ആ ടീച്ചറൊക്കെ നിന്നെ അങ്കിളേ അങ്കിളേ എന്ന് വിളിക്കേണ്ടി വരുമല്ലടാ. എടാ എനിക്കറിയാൻ വെള്ളത്തോണ്ട് ചോദിക്കുക, ഇത്രയും സുന്ദരിമാരായ ടീച്ചറൊക്കെ ക്ലാസ്സിലുള്ളപ്പോ നീയൊക്കെ എന്തിനുള്ള ക്ലാസ് കട്ട് ചെയ്ത് പോണേ? ചേട്ടാ ഞാൻ ടീച്ചറല്ല, പറഞ്ഞോ. ഞാൻ ഈ കോളേജിലെ സ്റ്റുഡന്റ് ആണ്. എന്താ പറഞ്ഞേ? ഞാനിവിടെ പഠിക്കുന്ന കുട്ടിയാണെന്ന്. എന്റെ ഈശ്വരാ, കുട്ടികളൊക്കെ ഇങ്ങനെ ഇരിക്കുകയാണെങ്കിൽ ടീച്ചർമാരൊക്കെ എങ്ങനെ ഇരിക്കും? ആഞ്ജനേയ ഈ ഭക്തന് കൺട്രോൾ തരും കേട്ടോ. കുട്ടി, ഇതൊക്കെ നമ്മുടെ സ്വന്തം പിള്ളേരാ. ഒരുമാതിരി തെണ്ടി പിള്ളേര്. അതെ കുട്ടി, ഇവന്മാരെ ഞാൻ പൊക്കി പറയുകയാണെന്ന് കരുതരുത് കുട്ടി. ഇവന്മാരെയൊക്കെ ഈ ഡ്രസ് മാത്രമേ ഉള്ളൂ. കയ്യിൽ 5 പൈസ ഇല്ല, കയ്യിൽ 5 പൈസ ഇല്ല. അയ്യോ, അതെങ്ങനെ ശരിയാവും? അതെങ്ങനെ ശരിയാവുന്ന വെച്ച് കഴിഞ്ഞാൽ പിന്നെ എനിക്കല്ലേ ശിവനല്ലേ? ഇവൻ എന്നെ UK കൊണ്ടുവന്ന് പറഞ്ഞല്ലോ. നീ UK കൊണ്ടുവന്ന് പറഞ്ഞോടാ. എന്റെ മോളെ UK എന്ന് പറഞ്ഞ എന്താന്നറിയാമോ? യുണൈറ്റഡ് കൊച്ചി. ആ സ്ഥലമാണ് ഈ പേട്ടുതലയന്റെ സ്ഥലം. UK. ചേട്ടാ, ഇവനുണ്ട് ശ്യാം, ഇവൻ എന്നെ മസ്കറ്റിൽ കൊണ്ടുപോന്ന് പറഞ്ഞായിരുന്നു. എങ്ങനെ പറഞ്ഞു? മസ്കറ്റില് 10 രൂപയുടെ ബിസ്ക്കറ്റ് മേടിക്കാൻ കയ്യിൽ കാശില്ലാത്തവനാണ് മസ്കറ്റിൽ കൊണ്ടുപോന്ന് പറഞ്ഞ. എന്റെ കൊച്ചേ, മൊത്തം തള്ളാണ് തള്ളു. ഉള്ള കാര്യം ഞാൻ പറയാലോ, ഇവന്മാരെ 2 പേരെയും കണ്ണിന് 2 മണിക്ക് കണ്ടുകൂടാ, വിശ്വസിക്കരുത്. പിന്നെ കുട്ടിക്ക് ആരെങ്കിലും പ്രേമിക്കണം തോന്നുവാണെങ്കിൽ സുന്ദരനും സുമുഖനും സർവോപരി സൽസ്വഭാവിയുമായ ഒരാള് കുട്ടിയുടെ മുമ്പിലുണ്ട്. ഷോ ഡയറക്ടറാണോ? ഷോ ഡയറക്ടറോ? അല്ലല്ല, നേരെ അതിലെ കയറി പിടിക്കണോ? കൊച്ചേ, ഞാനാണോ നോക്കിയേ? ഞാനാണോ നോക്കൂ? അല്ലല്ല ചേട്ടാ, ചേട്ടൻ പറഞ്ഞ ഈ സുന്ദരനെ സുമുഖനെ കാണുന്നില്ല. എന്റെ മോളെ, ആ സുന്ദരനും സുമുഖനും സൽസ്വഭാവിയുമായ സുന്ദരനാണ് ഈ നിൽക്കുന്ന ഷൺമുഖൻ. മോളെ ഇനി വന്നേ. അതാ നല്ലത്. എങ്കിൽ ഞാനൊരു സത്യം പറയാം. മോൾ എന്റെ കൂടെ ഇറങ്ങി വരുവാണെങ്കിൽ നാലും ഈ കോളേജിൽ നിന്ന് ഞാൻ ഓട്ടോറിക്ഷയിൽ വീട്ടിൽ കൊണ്ടുവരും. വീണ്ടും ഞാൻ പിറ്റേ ദിവസം ഞാൻ ഈ കോളേജിൽ കൊണ്ടുവരും. അപ്പൊ സ്ഥിരം ഞാൻ എന്റെ കൂടെ ഉള്ളത് കൊണ്ട് പൂവാലന്മാരുടെ ശല്യം ഉണ്ടാവൂല. എങ്ങനെയുണ്ടത്? വളരെ നന്നായിട്ടില്ലേ? ചേട്ടനെക്കാളും വലിയൊരു പൂവാലം വേറെ ഉണ്ടാവില്ലല്ലോ. മോളെന്നെ അങ്ങനെ തള്ളിപ്പറയരുത്. ഞാൻ എന്റെ കണ്ണിലെ കൃഷ്ണമണി പോലെ കൊച്ചിനെ നോക്കും. നമ്മൾ എന്നുള്ള സിനിമ എത്ര കണ്ടാലും നമുക്ക് മതിയാവാത്തൊരു സിനിമയാണ്. നമ്മളുടെ ഒരു സ്റ്റാർ മാജിക് വേർഷൻ ആണ് നിങ്ങൾ കണ്ടത്. അടിപൊളിയായിരുന്നു. ഡയന ഓൾറെഡി ഒരു പ്രൂവൺ ആയിട്ടുള്ള ഒരു ആർട്ടിസ്റ്റ് ആണ്, ഡാൻസർ ആണ്, ഒക്കെയാണ്. പക്ഷെ ഡയനയുടെ ഊണായിട്ടുള്ളതല്ല, ഓൾറെഡി പ്രൂവ് ചെയ്തിട്ടുള്ളതെന്ന് ഉദ്ദേശിച്ചത്. ഡയനയുടെ കൂടെ ഇവര് 2 പേരും കൂടെ ജോയിൻ ചെയ്തപ്പോണ്ടല്ലോ, ഭയങ്കര രസമായിട്ട് ചെയ്തു കേട്ടോ. ഭയങ്കര ആദ്യമായിട്ടാണ് അജുബ്ഷയുടെ ഒരു പെർഫോമൻസ് നമ്മൾ കാണുന്നത്. നേരെ ടീമിലേക്ക് വരുമ്പോ ടീമിന്റെ ഓരോ സ്റ്റെപ്പിനും ക്യൂട്ട്നെസ് ഓവർലോഡഡ് ആയിരുന്നു. ബാക്കി എല്ലാവരും ലൈക്ക് ഒരേ രീതിയിൽ സ്റ്റെപ്പ് ചെയ്യുമ്പോൾ ടീമിന്റേതായിട്ടുള്ള ഒരു സിഗ്നേച്ചർ വേർഷൻ ഉണ്ടായിരുന്നു. അത് കണ്ടിരിക്കും. ഈവൻ എന്റെ സ്റ്റൈലിംഗ് ടീം അടക്കം എന്താ പറയാ, ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. 4 ഡാൻസ് പിള്ളേരെ നഖം ചവിട്ടി തെറിപ്പിച്ച് കളഞ്ഞു. റിഹേഴ്സൽ ചെയ്ത ഫ്ലോർ, അതായത് അവിടുത്തെ ടൈല് പൊളിച്ചിട്ടേക്ക്, ചവിട്ടി പൊളിച്ച്. ഹോട്ടലിലല്ലാതെ
ഹോട്ടലില്. അത് മാത്രമല്ല ഡാൻസ് പഠിച്ച ആ ഒരു രീതി പറഞ്ഞു കൊടുത്ത്. ഇത് ഞാൻ 1, 2, 3 പറഞ്ഞല്ലോ പഠിക്കും. ഞാൻ ശരിക്കും ഫൈറ്റിലല്ല വന്നത്. ഓ ശരി, വില്ലനായിട്ടാണല്ലോ സിനിമയിൽ അഭിനയിച്ചത്. അപ്പൊ ഡാൻസ് മാസ്റ്റർ പറഞ്ഞ് ഒരാൾ ഇടിക്കാൻ വന്ന ഒരാൾ ഇടിക്കാൻ പറഞ്ഞ നമ്മൾ എന്താ ചെയ്യണത്? ഇടിക്കും. ഇടിക്കാൻ വന്നതിനെ തടുക്കുന്നു, പിന്നെ ഒരെണ്ണം കൊടുക്കുന്നു, തടുക്കുന്നു, കൊടുക്കുന്നു, തടുക്കുന്നു, കൊടുക്കുന്നു. എന്താണ് 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 അടിക്കുന്നത്? അതാണ് എന്നെ പഠിപ്പിച്ചത്. അപ്പൊ എനിക്ക് അനായാസം പഠിക്കാൻ പറ്റും. പിന്നെ വേറെ സംഭവമുണ്ട്. ഈ ഡാൻസ് മാഷിന് വേറൊരു ഗുണം കിട്ടി. ഇത്ര വർഷമായിട്ട് അദ്ദേഹം ഇവിടെ ഡാൻസ് കളിക്കാൻ ഫീൽഡിൽ വന്നിട്ട് ബിനീഷിനെ പഠിപ്പിച്ചതിന് ശേഷം പുള്ളി ഇപ്പൊ കമ്പ്യൂട്ടറിന് ഡാൻസ് പഠിപ്പിക്കാൻ പോവാ, റോബോട്ടിനെ. ആ രീതിക്കുള്ള ആ ഒരു ത്രെഡ് അദ്ദേഹത്തിന് കിട്ടി. അല്ലെ, ടീമിന് മനസ്സിലാകുന്ന രീതിയിലാണ് നമ്മുടെ മാസ്റ്റർ സതീഷ് മാസ്റ്റർ കൊറിയോഗ്രാഫർ. എന്തായാലും ഇവരുടെ ഹാർഡ് വർക്കിന്റെ ഒരു റിസൾട്ട് ഇവരുടെ ഡാൻസിൽ കാണാനുണ്ട്. അസലായിട്ട് ചെയ്തു കേട്ടോ. സോ ഈ ഒരു പെർഫോമൻസിന് ഒരു വലിയ കൈഡി നമ്മൾ കൊടുക്കുകയാണ്. സ്റ്റാർ മാജിക് ടീം എപ്പോഴും ഞങ്ങൾ എന്നല്ല പറയാ, നമ്മൾ എന്നുള്ള രീതിയിലാണ് പറയാ. അപ്പൊ നമ്മൾ സിനിമയുടെ ഒരു എൻ ആക്ട് ആയിരുന്നു. താങ്ക് യു, അടിപൊളി. ആൻഡ് ഓഫ് കോഴ്സ് ഡയന.